രാഹുൽ ഈശ്വർ, സർക്കാരിൻ്റെ എടുത്തിരിക്കുന്ന ഈ തീരുമാനം സർക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ കൂടി ഫലമായിട്ടാണോ? കാരണം കേരളത്തിൽ നമുക്കറിയാം നാനാവിധത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയാണ് അതിന് കൃത്യം വരവരയ്ക്കുക എന്ന് ചോദിച്ചാൽ വലിയ ചർച്ചകളിലേക്കും തർക്കങ്ങളിലേക്കും പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ സർക്കാരിന് ഇപ്പോൾ കർണാടക അടക്കം എടുത്തിട്ടുണ്ട്. കർണാടക നടപ്പാക്കിയിട്ടുള്ളതിൽ തീയിൽ ചാടുന്ന അടക്കം ഒഴിവാക്കുന്ന നിലയിലാണ് അവിടുത്തെ ഈ നിയമത്തിൻ്റെ ഭാഗമായി പറയുന്നത്. പക്ഷേ നമ്മുടെ പല അനുഷ്ഠാന കലകളിലും അതുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ അങ്ങനെ വളരെ സങ്കീർണമായ വിഷയമാണ്. സർക്കാർ അതുകൊണ്ട് പിന്നോട്ട് പോകുന്നത് ഈ പ്രതിസന്ധികൾ മനസ്സിലാക്കിക്കൊണ്ടാകുമോ രാഹുൽ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിർബന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണം. അതിന് ബഹുമാനപ്പെട്ട കേരള സർക്കാരുമായിട്ട്, ഇടത് കക്ഷികളുമായിട്ട്, പിണറായി വിജയൻ സർക്കാരുമായിട്ട് സഹകരിക്കാൻ വലിയൊരു ശതമാനം വിശ്വാസികളും തയ്യാറാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് നേരത്തെ ശ്രീമതി മാധു സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും നിർവചനം വേണം. കുറച്ച് ഗ്രേ ഏരിയാസ് ഉണ്ടാകും, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും നിർവചിക്കണം. അതായത് ലൈംഗിക ചൂഷണം, സാമ്പത്തിക ചൂഷണം തുടങ്ങിയ കാര്യങ്ങൾ തടയുന്നതാണ് ഈ നിയമത്തിൽ ഉണ്ടാകേണ്ട കാര്യം. ശബരിമലയിൽ കൈപൊള്ളുന്നത് കൊണ്ട് സർക്കാർ ഒരു വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും തൊടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് വേണ്ട. ശബരിമല പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച നേതൃത്വം വഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. സർക്കാരിനോട് ഞങ്ങളെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. കാര്യം വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളെ ഫിൽറ്റർ ഔട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വവും ആവശ്യവുമാണ്. അതുകൊണ്ട് പല ആൾക്കാരും നമുക്കെല്ലാം അറിയുന്നത് പോലെ ലൈംഗിക ചൂഷണത്തിന്, സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശബരിമലയിൽ 100 കോടിയുടെ ഒരു ദേവപ്രശ്നം ഞങ്ങളടക്കം ഇടപെട്ടാണ് തടഞ്ഞത്. അത് അഴിമതിക്ക് വേണ്ടി ചെയ്യുന്നതായിരുന്നു. എനിക്ക് ദേവപ്രശ്നത്തിൽ വലിയ വിശ്വാസമാണ്. പക്ഷേ തട്ടിപ്പിന് വേണ്ടി അവിടെ ദേവപ്രശ്നം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ അടക്കം സഹായത്തോടു കൂടിയാണ് നമുക്ക് തടയാൻ കഴിഞ്ഞത്. അതിന്റെ കാരണം ഈ തട്ടിപ്പുകാരെയും അനാചാരവാദികളെയും അന്ധവിശ്വാസികളെയും മാറ്റി നിർത്താൻ വേണം. നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. അതുകൊണ്ട് ഇത് ഇൻക്ലൂസീവായി കൊണ്ടുവരണം. വിശ്വാസികളെയും കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാൻ. അത് പോസിബിളുമാണ്, അതിന് യാതൊരു സംശയവുമില്ല. അത് പോസിബിളുമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 25 ഉണ്ട്, ആർട്ടിക്കിൾ 51A ഉണ്ട്. ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. ഈ ബാലൻസ് കൈവരിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കാനും അന്ധവിശ്വാസത്തെ എതിർക്കാനും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം എന്നുള്ളത്